അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയിൽ സ്ക്രീനിൽ ഞാൻ എന്താണ് ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും മാളിയായ ഫീല്. നമ്മൾ മാളിയും മുളാരിയും പഠിച്ചു. മാളിയായ ഫീലിൽ നമുക്ക് 2 കാര്യങ്ങളാണ് പഠിച്ചത്. മാളിയായ ഫീലിൽ ഒന്ന് മഅറൂഫ്, 2 മജ്ഹൂല്. അതായിരുന്നു നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഅറൂഫ് എന്താണ്, മജ്ഹൂല് എന്താണ്, അതൊക്കെ നമ്മൾ പഠിച്ചു. ഫീലിൻ്റെ കൂടെ ഫായിനെ പറയപ്പെട്ടാൽ ആ ഫീല് മഅറൂഫായി. ഫീലിൻ്റെ കൂടെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഫീൽ എന്തായി? മജ്ഹൂലായി. അപ്പോൾ ഫീലിൻ്റെ തുടക്കത്തിൽ മഅറൂഫാണെങ്കിൽ ഫത്ഹ്, മജ്ഹൂലാണെങ്കിൽ ലൊമ്മായിരിക്കും. കൂടുതലായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മഅറൂഫും മജ്ഹൂലും നമ്മൾ പഠിച്ചു. സ്ക്രീനിൽ കാണുന്നത് പോലെ മാളിയായ ഫീൽ 2 വിധമാണ്, മഅറൂഫ്, മജ്ഹൂല്. ഇനി ആ മഅറൂഫിൽ തന്നെ 2 വിധമുണ്ട്. മുസ്ബത്ത്, മൻഫി. മൻഫി എന്നാണ് മൻഫി. അപ്പോൾ മുസ്ബത്ത്, മൻഫി. മുസ്ബത്തും മൻഫിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മുസ്ബത്തായ ഫീലിനക്ക് ഒരു ഉദാഹരണം ഫഅല. ഇനി മൻഫിയായ ഫീലിനക്കുള്ള ഉദാഹരണം മാ ഫഅല. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചത്? അർത്ഥത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. മുസ്ബത്തിൽ മാ ഇല്ല, എന്നാൽ മൻഫിയിൽ എന്തുണ്ട്? മാ കടന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വന്നത് ഫഅല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. മാ ഫഅല എന്ന് കൂട്ടി, മാ ഫഅല. ഇതിൽ തുടക്കത്തിൽ മാ എന്ന അക്ഷരമാണ് കൊടുത്തിട്ടുള്ളത്. അത് നഫിയുടെ അടയാളമാണ്. അതായത് ഇവിടെ ഫഅല പ്രവർത്തിച്ചു, അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. മാ ഫഅല എന്ന് പറയുമ്പോൾ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല, അങ്ങനെയാണ് അർത്ഥം വരിക. ഇല്ല എന്ന അർത്ഥമാണ് വരുന്നത്. കതബ, അവനൊരു പുരുഷൻ എഴുതി. മാ കതബ, അവനൊരു പുരുഷൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മാ ഫഅല എന്ന് പറയുമ്പോൾ അത് നഫിയുടെ ഫിഅലാണ്. പ്രവർത്തിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് മാ എന്ന് വരുന്നത്. എന്നാൽ അത് ഇല്ലാത്തത്, ആ ഫിഅലിൻ്റെ തുടക്കത്തിൽ മാ വന്നിട്ടില്ലെങ്കിൽ അത് മുസ്ബത്തും, തുടക്കത്തിൽ മാ വന്നിട്ടുണ്ടെങ്കിൽ അത് മൻഫിയുമാണ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഫീലിൻ്റെ തുടക്കത്തിൽ മാ വന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ബത്തല്ല, മൻഫിയാണ്, അവിടെ ചെയ്തിട്ടില്ല എന്നറിയിക്കുന്നത്. എന്നാൽ ആ ഫീലിൻ്റെ തുടക്കത്തിൽ മാ വന്നിട്ടില്ലെങ്കിൽ അത് മുസ്ബത്താണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പാഠത്തിൽ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് അർത്ഥം നോക്കാം. പാഠം 2. മാ ഹളർത ഫിൽ മദ്രസത്തി. അർത്ഥം എഴുതി വെക്കുക. നീ മദ്രസയിൽ ഹാജരായിട്ടില്ല. മാ ഹളർത ഫിൽ മദ്രസത്തി, നീ മദ്രസയിൽ ഹാജരായിട്ടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഇജ്തമഅ സലാസത്തു അസ്തിഖാഅ അമാമൽ മദ്രസത്തി. ഇജ്തമഅ ഒരുമിച്ചുകൂടി. ആര്? സലാസത്തു അസ്തിഖാഅ 3 കൂട്ടുകാർ. അമാമൽ മദ്രസത്തി, മദ്രസയുടെ മുമ്പിൽ. 3 കൂട്ടുകാർ മദ്രസയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടി. അതാണ് അതിൻ്റെ ആ വരിയുടെ അർത്ഥം. വഹും യതകല്ലമൂന അൻ സ്വദീഖിഹിം അൻവറ. വഹും യതകല്ലമൂന, അവർ സംസാരിക്കുന്നു
അൻ സ്വദീഖിഹിം അൻവറ, അവരുടെ കൂട്ടുകാരനായ അൻവറിനെക്കുറിച്ച്. അൻ സ്വദീഖിഹിം, അൻവറിനെ പറ്റി സംസാരിക്കുന്നു. അവർ അവരുടെ കൂട്ടുകാരൻ അൻവറിനെ പറ്റി സംസാരിക്കുന്നു. അസ്ലം, ഇനി സംഭാഷണം തുടങ്ങുകയാണ്. ആദ്യം അസ്ലം പറയുന്നു, ഐന അൻവറു, അൻവർ എവിടെ? മാ ജാ ഇലൽ മദ്രസത്തി, അവൻ മദ്രസയിൽ വന്നിട്ടില്ല. ഐന അൻവറു, അൻവർ എവിടെ? മാ ജാ ഇലൽ മദ്രസത്തി, അവൻ മദ്രസയിലേക്ക് വന്നിട്ടില്ല. മാ ജാ, അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജാ എന്ന അർത്ഥം വന്നു, അത് മുസ്ബത്തായ ഫിഅലാണ്. മാ ജാ, വന്നിട്ടില്ല, അത് മൻഫിക്കുള്ള ഉദാഹരണമാണ്. മാ ജാ. ഇനി അടുത്തത് മുർഷിദ്, രണ്ടാമത്തെ ആൾ സംസാരിക്കുകയാണ്. മുർഷിദ്, മാ റഅയ്തുഹു മുൻദു സലാസത്തി അയ്യാമിൻ. മാ റഅയ്തുഹു, ഞാൻ അവനെ കണ്ടിട്ടില്ല. അവിടെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടു എന്നതിന് റഅയ്തു, ഞാൻ കണ്ടു. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല. മുൻദു സലാസത്തി അയ്യാമിൻ, അവനെ 3 ദിവസമായി കണ്ടിട്ടില്ല. മുഹ്സിൻ, മാദാ അസ്വാബഹു, അവനക്ക് എന്തു പറ്റി? നദ്ഹബു ഇലാ ബൈത്തിഹി, നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം. നദ്ഹബു, നമുക്ക് പോകാം. ഇലാ ബൈത്തിഹി, അവൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ യദ്ഹബുൽ അസ്തിഖാഉ ഇലാ ബൈത്തി അൻവറ വ വസലു ഇലൈഹി, കൂട്ടുകാർ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അവർ വീട്ടിലെത്തി. വ വസലു ഇലൈഹി, അവർ വീട്ടിലെത്തി. യദ്ഹബുൽ അസ്തിഖാഉ ഇലാ ബൈത്തി, കൂട്ടുകാർ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വ വസലു, അവർ എത്തി. ഇലൈഹി, അവർ അവിടെ എത്തി. അപ്പോൾ ആദ്യത്തെ ആൾ പറയുന്നു, അസ്ലം, യാ അൻവറു മാദാ അസ്വാബക്ക, അൻവറെ നിനക്കെന്തു പറ്റി? മാദാ അസ്വാബക്ക, എന്താണ് നിനക്ക് പറ്റിയത്? അതാണ് അർത്ഥം. മാ ഹലർത്ത ഫിൽ മദ്രസത്തി മുൻദു അയ്യാമിൻ, അവിടെ നിങ്ങൾക്ക് കാണാം. മാ ഹലർത്ത, നീ ഹാജരായിട്ടില്ല. മാ ഹലർത്ത, നീ ഹാജരായിട്ടില്ല. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങും. നീ ഹാജരായിട്ടില്ല. ഹാജരായി എന്ന് പറയുന്നതിന് ഹലറ. മാ ഹലറ, ഹാജരായിട്ടില്ല. മാ ഹലർത്ത, നീ ഹാജരായിട്ടില്ല. ഫിൽ മദ്രസത്തി, മദ്രസയിൽ. മുൻദു അയ്യാമിൻ, കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ നീ കുറച്ച് ദിവസമായി മദ്രസയിൽ ഹാജരായിട്ടില്ല, അതാണ് ആ വരിയുടെ അർത്ഥം. അപ്പം അൻവർ പറയാണ്, നഅം, അതെ. മാ ഹലർത്തു, ഞാൻ ഹാജരായിട്ടില്ല. ഫിൽ മദ്രസത്തി, മദ്രസയിൽ. മുൻദു സലാസത്തി അയ്യാമിൻ, 3 ദിവസങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? മദ്രസയിൽ ഹാജരായിട്ടില്ല. നഅം മാ ഹലർത്തു ഫിൽ മദ്രസത്തി മുൻദു സലാസത്തി അയ്യാമിൻ, അതെ, ഞാൻ 3 ദിവസമായി മദ്രസയിൽ ഹാജരായിട്ടില്ല. ലി അന്നനി മരീദുൻ അസ്വാബനി അൽ ഹുമ്മ. ലി അന്നനി മരീദുൻ, കാരണം ഞാൻ രോഗിയാണ്. മരീദുൻ, രോഗി. അസ്വാബനിൽ ഹുമ്മ, എനിക്ക് പനി ബാധിച്ചു. ഹുമ്മ, പനി. അർത്ഥം വെവ്വേറെ ആക്കി എഴുതണം. അൽ ഹുമ്മ, പനി. അസ്വാബനി, എന്നെ ബാധിച്ചു. അൽ ഹുമ്മ, പനി. മുർഷിദ് പറയാണ്, ഹൽ ദഹബ്ത ഇലൽ മുസ്തഷ്ഫ, നീ ഹോസ്പിറ്റലിൽ പോയോ? ഹൽ ദഹബ്ത ഇലൽ മുസ്തഷ്ഫ, നീ ഹോസ്പിറ്റലിലേക്ക് പോയോ? മുസ്തഷ്ഫ, ഹോസ്പിറ്റൽ, ആശുപത്രി.
അപ്പോൾ അൻവർ ല മാ ദഹബത്തു, അവിടെ കാണാം ദഹബ എന്നതിൻ്റെ അർത്ഥം പോയി. മാ ദഹബ പോയിട്ടില്ല. ഇവിടെ മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല. മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല. ഇത് മുസ്ബത്താക്കുക എങ്ങനെയാണ് അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ മംഫി അല്ല കണ്ടത്. ഇനി ഇതിന് മുസ്ബത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാന കളയുക. ദഹബത്തു ഞാൻ പോയി. മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല, അത് മംഫിയാണ്. ഇനിയുള്ളതൊക്കെ അങ്ങനെ മുസ്ബത്തും മൻഫിയൊക്കെ വേർതിരിച്ചെത്തണം. ബൽ ഇസ്തറഹ്തു ഫിൽ ബൈത്തി, വീട്ടിൽ തന്നെ എന്ത് ചെയ്യാണ്? വിശ്രമിക്കുകയാണ്. ബൽ ഇസ്തറഹ്തു ഫിൽ ബൈത്തി, ഞാൻ വീട്ടിൽ തന്നെ വിശ്രമിക്കുന്നു. അൽ ആന ഷുഫീത്തു അന അജീഉ ഇലൽ മദ്രസത്തി ഗദൻ ഇൻഷാ അല്ലാഹ്. അൽ ആന ഷുഫീത്തു, ഇപ്പോൾ എനിക്ക് സുഖമായാൽ, അന അജീഉ ഞാൻ വരും, ഇലൽ മദ്രസത്തി ഗദൻ ഞാൻ നാളെ മദ്രസയിലേക്ക് വരും. ഇപ്പോൾ ഷിഫയാവുകയാണെങ്കിൽ, ഇപ്പോൾ സുഖപ്പെടുകയാണെങ്കിൽ നാളെ മദ്രസയിലേക്ക് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. മുഹ്സിൻ പറഞ്ഞു ഷഫാഖല്ലാഹ് ഐന അഖൂക, ഷഫാഖല്ലാഹ് അല്ലാഹു നിനക്ക് സുഖം നൽകട്ടെ. ഐന അഖൂക നിൻ്റെ സഹോദരൻ എവിടെ? ഐന അഖൂക നിൻ്റെ സഹോദരൻ എവിടെ? അൻവർ ഹുവ ആമിലുൻ ഫിൽ മദീനത്തി മാ ജാഅ ഹത്ത അൽ ആൻ യജീഉ മസാഅൻ ഇൻഷാ അല്ലാഹ്. ഹുവ ആമിലുൻ ഫിൽ മദീനത്തി, അവൻ പട്ടണത്തിൽ ജോലി ചെയ്യുന്നു. മാ ജാഅ, അവിടെ നമുക്ക് കാണാം മാ ജാഅ, അത് മംഫിയാണ്, കാരണം തുടക്കത്തിൽ മാ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മുസ്ബത്താക്കുക? മായക്കളയ. ജാഅ വന്നു, അത് മുസ്ബത്താണ്. മാ ജാഅ വന്നിട്ടില്ല, അത് മംഫിയാണ്. മാ ജാഅ വന്നിട്ടില്ല, ഹത്തൽ ആന ഇതുവരെയായിട്ടും വന്നിട്ടില്ല. യജീഉ മസാഅൻ ഇൻഷാ അല്ലാഹ് അവൻ വൈകുന്നേരം വരും ഇൻഷാ അല്ലാഹ്. ഇനി കൂട്ടുകാർ പറയാണ് അൽ അസ്തിഖാഉ അഹ്സൻത ദഅന നദ്ഹബു അസ്സലാമു അലൈക്കും, നന്നായി, നമുക്ക് വിട പറയാം, ഞങ്ങൾ പോകുന്നു. നദ്ഹബു ഞങ്ങൾ പോകുന്നു. അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. അൻവർ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു നിങ്ങളുടെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും ബർക്കത്തും ഉണ്ടായിരിക്കട്ടെ. ഇനി ഈ പാഠത്തിൻ്റെ ഭാഗത്തുള്ള കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ഫി ഹാദിഹിൽ മുഹാവറത്തി അഫ്ആലുൻ, ഈ സംഭാഷണത്തിൽ കുറേ ഫീലുകളുണ്ട്. നമ്മളിപ്പോൾ കുറേ ഫീലുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? മാ ജാഅ വന്നിട്ടില്ല, മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല, മാ ഹളർത്ത നീ ഹാജരായിട്ടില്ല, മാ ഹളർത്തു ഞാൻ ഹാജരായിട്ടില്ല, മാ ദഹബത്തു ഞാൻ പോയിട്ടില്ല. ഇതൊക്കെ കുല്ലുഹ ഇവ മുഴുവനും തദുല്ലു അല നഫി ഫിഅലി ഇവയെല്ലാം പ്രവൃത്തിയെ നിഷേധിക്കുന്നതിൻ്റെ മേൽ അറിയിക്കുന്നു. ഈ പറഞ്ഞ ഈ ഫിഅലുകൾ മുഴുവനും പ്രവൃത്തി നിഷേധത്തിൻ്റെ മേൽ അറിയിക്കുന്നു. ഹാദിഹിൽ അഫ്ആലു തുസമ്മ അഫ്ആലൻ മംഫിയ്യത്തൻ, ഈ ഫീലുകൾക്ക് മംഫിയായ ഫീലുകൾ എന്ന് പറയുന്നു. തുടക്കത്തിൽ മായുണ്ടെങ്കിൽ അത് മംഫിയായ ഫീലുകളാണ്. ഇവിടെ തുടക്കത്തിൽ മാ വന്നിട്ടുണ്ട്. ഇനി അദാത്തുൻ നഫിയി ഫിൽ മാളി ഹറഫു മാ ഫി അവലിൽ ഫിഅലി, മാളിയായ ഫീൽ മംഫിൻ്റെ അടയാളം ഫീലിൻ്റെ ആദ്യത്തിലുള്ള മാ എന്ന ഹറഫാണ്. ഇവിടെ തുടക്കത്തിൽ മാ എന്ന ഹറഫാണ് ആ ഫീലിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളത്.
ഇനി നമുക്ക് പാഠഭാഗത്തിൽ മാലി മഅറൂഫ് മംഫിയായ ഫീലുകളാണ് സർഫാക്കാനുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതുപോലെ നിങ്ങൾ സർഫാക്കി ഓരോ ഫീലുകളും നിങ്ങൾ സർഫാക്കി പഠിക്കണം, എന്നാലേ പെട്ടെന്ന് പഠിയുള്ളൂ. അപ്പോൾ കാര്യം എല്ലാവരും ഓർമ്മിച്ചേക്കുക. സ്വന്തമായിട്ട് ഫീല് കണ്ടെത്തി ആ ഫീല് മംഫിയാക്കിയിട്ടും അതുപോലെ തന്നെ മുസ്ബത്താക്കിയിട്ടൊക്കെ പഠിക്കുക. ഇപ്പോൾ ഒന്നാമത്തത് മാ ദഹബ എന്നത് മംഫിയായ ഫീലാണ്. തുടക്കത്തിൽ മാ വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ സർഫാക്കുകയാണ്. മാ ദഹബ, മാ ദഹബ, മാ ദഹബു, മാ ദഹബത്, മാ ദഹബത, മാ ദഹബന, മാ ദഹബത, മാ ദഹബതുമാ, മാ ദഹബതും, മാ ദഹബതി, മാ ദഹബതുമാ, മാ ദഹബതുന്ന, മാ ദഹബതു, മാ ദഹബന. ഇനി നമ്മളതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം പറയാൻ പോവാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിക്കണം. ഒന്ന്, മാ ദഹബ, അവനൊരു പുരുഷൻ പോയിട്ടില്ല. മാ ദഹബ, അവർ രണ്ട് പുരുഷന്മാർ പോയിട്ടില്ല. മാ ദഹബു, അവർ പല പുരുഷന്മാർ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യത്തെ മൂന്നെണ്ണം ഒന്ന് വാഹിദാണ്, അതായത് ഒരാളെക്കുറിച്ചാണ്. മാ ദഹബ എന്നത് രണ്ടാളെക്കുറിച്ചാണ്. മാ ദഹബു എന്നത് ജം ആണ്, അതായത് പല പല പുരുഷന്മാർ, അപ്പോൾ അവർക്കുള്ളതാണ് മാ ദഹബു. അതും ഗായിബായിട്ടുള്ളതാണ്, ഹാദിറല്ല, അതായത് മറഞ്ഞ പുരുഷന്മാർക്കുള്ളതാണ്. ഇനി അതിൻ്റെ താഴെ മാ ദഹബത്, അവളൊരു സ്ത്രീ പോയിട്ടില്ല, അവളൊരു സ്ത്രീ പോയിട്ടില്ല. മാ ദഹബത്ത, അവൾ രണ്ട് സ്ത്രീകൾ പോയിട്ടില്ല. മാ ദഹബന, അവർ പല സ്ത്രീകൾ പോയിട്ടില്ല. ഇതിലാണ് മുഅന്നസായ ഫീലുകൾ. മാ ദഹബത്ത് അവളൊരു സ്ത്രീ, മാ ദഹബത്ത എന്നുള്ളത് രണ്ട് സ്ത്രീകൾ, മാ ദഹബന എന്നുള്ളത് പല സ്ത്രീകൾ. അപ്പം ഈ ആദ്യത്തെ പറഞ്ഞ മൂന്നെണ്ണവും രണ്ടാമത് പറഞ്ഞ മൂന്നെണ്ണവും മറഞ്ഞവർക്കുള്ളതാണ്. ആദ്യത്തെ മൂന്നെണ്ണം പുരുഷന്മാർക്കും പിന്നെ പറഞ്ഞ മൂന്നെണ്ണം സ്ത്രീകൾക്കുമാണ്. അതും അവർ മറഞ്ഞവരാണ്, സാന്നിധ്യത്തിൽ ഉള്ള ആളുകളല്ല. ഇനി മാ ദഹബത്ത, നീ ഒരു പുരുഷൻ പോയിട്ടില്ല. മാ ദഹബത്തുമാ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ പോയിട്ടില്ല. മാ ദഹബത്തും, നിങ്ങൾ പല പുരുഷന്മാർ പോയിട്ടില്ല. ഇത് പുരുഷന്മാർക്കുള്ളത് തന്നെയാണ്, അതും ഹാദിറായ ആളുകൾക്കുള്ളതാണ്, അതായത് സാന്നിധ്യത്തിൽ ഉള്ള ആളുകൾക്ക്, മറഞ്ഞ ആളുകളല്ല, നമ്മുടെ മുന്നിലുള്ള ആൾ, അവർക്ക് പറയുന്നതാണ് മാ ദഹബത്ത, മാ ദഹബത്തുമാ, മാ ദഹബത്തും. ഇനി സാന്നിധ്യത്തിൽ ഉള്ള സ്ത്രീകൾക്കുള്ളത് മാ ദഹബത്തി, നീ ഒരു സ്ത്രീ പോയിട്ടില്ല. മാ ദഹബത്തുമാ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ പോയിട്ടില്ല. മാ ദഹബത്തും, നിങ്ങൾ പല സ്ത്രീകൾ പോയിട്ടില്ല. ഇനി മുത്തക്കല്ലിമിന് മാ ദഹബത്തു, ഞാൻ പോയിട്ടില്ല. മാ ദഹബന, ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ സർഫാക്കി പഠിക്കണം, മാ കൂട്ടി സർഫാക്കണം. ഒരു ഫെയില് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ മാ എന്ന് ചേർത്തുകൊണ്ട് നിങ്ങൾ സർഫാക്കി പഠിക്കുക. ഇനി അതിൻ്റെ താഴെ ഇദാ ഹുദിഫ മിനൽ ഫിഅലിൽ മാദിൽ മൻഫി ഹറഫു മാ യകൂനുൽ ഫിഅലു മുസ്ബത്തൻ, അതായത് മാദിയായ ഫിഅലിൽ നിന്ന് മാ എന്ന അക്ഷരത്തെ കളഞ്ഞാൽ ഫിഅൽ മുസ്ബത്താകും. മാ ഉണ്ടെങ്കിൽ മൻഫി, തുടക്കത്തിൽ മാ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മുസ്ബത്ത്. ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. തുടക്കത്തിൽ മാ വന്നിട്ടുണ്ടെങ്കിൽ അത് മൻഫി. ഓക്കെ. ഇദാ ഹുദിഫ മിനൽ ഫിഅലിൽ മാദി, മാദിയായ ഫിഅലിൽ നിന്ന് കളയപ്പെട്ടു. എന്തിനെ? ഹറഫു മാ, മാ എന്ന ഹറഫിനെ. യകൂനുൽ ഫിഅലു മുസ്ബത്തൻ,
എന്നാൽ ആ ഫീൽ എന്താകും? മുസ്ബത്താകും. അപ്പോൾ മാ ഉണ്ടെങ്കിൽ മംഫിയും ഇല്ലെങ്കിൽ മുസ്ബത്തും. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ: അൽ മുസ്ബത്തു, മുസ്ബത്തായ ഫീലും, അതുപോലെ അമൽ മംഫിയു, മംഫിയായ ഫീലും. ഒന്നാമത്തത് ദഹബ, അവനൊരു പുരുഷൻ പോയി. മാ ദഹബ, അവനൊരു പുരുഷൻ പോയിട്ടില്ല. മംഫിയാണ്, തുടക്കത്തിൽ മാ എന്ന ഹറഫ് വന്നിട്ടുണ്ട്. ഹലറ, ഹാജരായി. മാ ഹലറ, ഹാജരായിട്ടില്ല. ജലസ, ഇരുന്നു. മാ ജലസ, ഇരുന്നിട്ടില്ല. ജാ അ, വന്നു. മാ ജാ അ, വന്നിട്ടില്ല. റആ, കണ്ടു. മാ റആ, കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ മുസ്ബത്തും മംഫിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. മൻഫിയായ ഫീലിൻ്റെ തുടക്കത്തിൽ മാ ഉണ്ടാകും, എന്നാൽ മുസ്ബത്തിൻ്റെ തുടക്കത്തിൽ മാ ഉണ്ടാവില്ല. ഇനി ഒരു ഉദാഹരണം മസലൻ നമുക്ക് കാണാം. എന്താണ്? അൽ മുസ്ബത്തു ഹലറൽ ഉസ്താദു ഫിൽ മദറസത്തി ഫിസ്സാഅത്തി സാദിസത. ഉസ്താദ് 6 മണിക്ക് മദ്രസയിൽ ഹാജരായി. മാ ഹലറൽ ഉസ്താദു ഫിൽ മദ്രസത്തി ഫിസ്സാഅത്തി സാദിസ. ഇത് മുസ്ബത്തായ ഫീലാണ്. കാരണം ഇതിൽ ഹലറക്ക് മുമ്പുള്ള മാ എന്ന അക്ഷരം വന്നിട്ടില്ല. ഹലറക്ക് മുമ്പ് മാ എന്ന അക്ഷരം വന്നിട്ടില്ല. അതായത് നഫിയുടെ അടയാളം അത് മായാണ്. അത് മുലാരിയായ ഫീൽ, മാലിയായ ഫീലിൽ മാത്രമേ വരുള്ളൂ. മുലാരിയായ ഫീലിൽ ലാ എന്ന അക്ഷരമാണ് ഉപയോഗിക്കുക. അതൊക്കെ നമ്മളിനി പഠിക്കും. ഇപ്പോൾ മാലിയായ ഫീലിൽ മാത്രമാണ് മാ എന്ന നഫിയുടെ അടയാളം ഉണ്ടാവുക. ഈ രണ്ടാമത്തത് അൽ മംഫിയു. മംഫിക്കുള്ള ഉദാഹരണം മാ ഹലറ ജാസിമുൻ അൽ യൗമ ഫിസ്സൊഫി. ഇന്ന് ജാസിം ക്ലാസ്സിൽ ഹാജരായിട്ടില്ല. ബാസിം ക്ലാസ്സിൽ ഹാജരായിട്ടില്ല. മാ ഹലറ, ഹാജരായിട്ടില്ല. ബാസിമുൻ, ബാസിം ഹാജരായിട്ടില്ല. അൽ യൗമ ഫിസ്സൊഫി, ഇന്ന് ക്ലാസ്സിൽ. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ബാസിം ഹാജരായിട്ടില്ല. അത് മംഫിയാണ്. കാരണം ഹലറക്ക് മുൻപ് മാ എന്ന അക്ഷരം വന്നിട്ടുണ്ട്, നഫിയുടെ അടയാളം വന്നിട്ടുണ്ട്. ഇനി അടുത്തത് അൽ മുസ്ബത്തു. മുസ്ബത്തിനുള്ള ഉദാഹരണം റക്കിബുത്തു ത്വയ്യാറത്ത ഇല ദുബൈ. ദുബൈയിലേക്ക് ഞാൻ വിമാനം കയറി. റക്കിബുത്തു, ഞാൻ കയറി. ആ ത്വയ്യാറത്ത, വിമാനത്തിൽ. ഇല ദുബൈ, ദുബൈയിലേക്ക്. ഇവിടെ റക്കിബുത്തു എന്നത് മുസ്ബത്തായ ഫീലാണ്. അത് മംഫിയാക്കണമെങ്കിൽ തുടക്കത്തിൽ എന്ത് ചെയ്താൽ മതി? മാ ചേർത്ത് കൊടുത്താൽ മതി. മാ റക്കിബുത്തു, ഞാൻ കയറിയിട്ടില്ല. ഇനി അതിൻ്റെ താഴെ അൽ മംഫിയു. അൽ മംഫിയു മാ റക്കിബുത്തു ഫിസ്സഫീനത്തി. ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല. മാ റക്കിബുത്തു, ഞാൻ കയറിയിട്ടില്ല. ഫിസ്സഫീനത്തി, കപ്പലിൽ കയറിയിട്ടില്ല. അത് മംഫിക്കുള്ള ഉദാഹരണമാണ്. തുടക്കത്തിൽ മാ വന്നിട്ടുണ്ട്. ഇനി അൽ മുസ്ബത്തു. മുസ്ബത്തിനുള്ള ഉദാഹരണം ജാഅത്തി ത്വാലിബാത്തു കുല്ലുഹുന്ന ഇല്ലാ റബിയത്ത. വിദ്യാർത്ഥിനികളെല്ലാം വന്നു, റബിയ ഒഴികെ. ജാഅത്തി ത്വാലിബത്തു കുല്ലുഹുന്ന ഇല്ലാ റബിയത്ത. ഇത് മുസ്ബത്തായ ഫീലിനുള്ള ഉദാഹരണമാണ്. ജാഅയുടെ മുമ്പ് മാ എന്ന നഫിയുടെ അടയാളം വന്നിട്ടില്ല. ഇനി അൽ മംഫിയു. മംഫിക്കുള്ള ഉദാഹരണം മാ ജാഅത്ത് റബിയത്തു ഇലൽ മദ്രസത്തി. റബിയ മദ്രസയിലേക്ക് വന്നിട്ടില്ല. മാ ജാഅത്ത്, അവിടെ നഫിയുടെ അടയാളമായ മാ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മംഫിയാണ്. ഇനി അതിൻ്റെ താഴെ നുകമ്മിലു തസ്വീരീഫ മാ കത്തബ. മാ കത്തബ എന്ന സറഫ് എന്ത് ചെയ്യുക? പൂർത്തിയാക്കി കൊടുക്കുക. അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. മാ കത്തബ, മാ കത്തബ, മാ കത്തബു, മാ കത്തബത്ത്, മാ കത്തബത്ത, മാ കത്തബന, മാ കത്തബത്ത, മാ കത്തബത്തുമാ, മാ കത്തബത്തും, മാ കത്തബത്തി, മാ കത്തബത്തുമാ, മാ കത്തബത്തുന്ന,
മാ കതബത്തു മാ കതബ്ന. ഇനി അതിൻ്റെ താഴെ നുകമ്മിലു ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് പൂർത്തിയാക്കാം. ഒന്നാമത്തെ ഉദാഹരണം ഡാഷ് അഷംസു ഫിസ്സമായി ബിസബബി സഹാബി. അത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം. അവിടെ വിട്ടുപോയത് ഏതാണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എഴുതണം. ബ്രാക്കറ്റിൽ ലഹറത്ത് മാ ലഹറത്ത് ലഹറത്ത, ഇതിൽ മാ ലഹറത്തി ഷംസു അതാണ് ചേർക്കേണ്ടത്. മാ ലഹറത്തി ഷംസു ഫിസ്സമായി ബിസബബി സഹാബി. മേഘം കാരണം ആകാശത്ത് സൂര്യൻ പ്രത്യക്ഷമായില്ല. രണ്ടാമത്തെ ഉദാഹരണം മാ ഹലറ ഡാഷ് ഫിസ്സൊഫി. മാ ഹലറ ത്വാലിബു. ത്വാലിബു എന്നതാണ് ചേർക്കേണ്ടത്. ത്വാലിബത്തു എന്നത് വരൂല, കാരണം എന്നാൽ മാ ഹലറത്ത് എന്നാണ് വരേണ്ടത്. അപ്പോൾ മാ ഹലറ ത്വാലിബു ഫിസ്സൊഫി, വിദ്യാർത്ഥി മദ്രസയിൽ ഹാജരായിട്ടില്ല. അവിടെ മംഫിയാണ്. മൂന്നാമത്തത് ഡാഷ് അത്തുല്ലാബു കലാമൽ ഉസ്താദി. അവിടെ മാ ഫഹിമ അതാണ് ചേർക്കേണ്ടത്. മാദഹബ എന്ന് വരൂല, അർത്ഥം മനസ്സിലാക്കിയാൽ മതി. മാദഹബ പോയിട്ടില്ല, മാജാ വന്നിട്ടില്ല. മാ ഫഹിമ മനസ്സിലാക്കിയിട്ടില്ല, അതാണ് അർത്ഥം. അപ്പോൾ മാ ഫഹിമത്തുല്ലാബു കലാമൽ ഉസ്താദി, വിദ്യാർത്ഥികൾ ഉസ്താദിൻ്റെ സംസാരം മനസ്സിലാക്കിയിട്ടില്ല, അതാണ് അർത്ഥം വരിക. ഇനി അതിൻ്റെ താഴെ നുഅരിബ് നമുക്ക് അറബിയാക്കാനാണ്. ഒന്നാമത്തത് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് എഴുതുക? മാ റഅയ്ന ഞങ്ങൾ കണ്ടിട്ടില്ല, അൽ ബാരിഹത ഖമറൻ ഫിസ്സമായി, അങ്ങനെയാണ് എഴുതുക. 2 പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല. മാ ഗസൽത്തു ഞാൻ കുളിച്ചില്ല, അംസി ഇന്നലെ, ബിസബബിൽ ഹുമ്മ പനി കാരണം, മാ ഗസൽത്തു അംസി ബിസബബിൽ ഹുമ്മ. മൂന്നാമത്തത് നിങ്ങൾ 2 പേരും പാഠം വായിച്ചിട്ടില്ല. അത് മാ ഖറഅ്തുമാ നിങ്ങൾ 2 പേരും വായിച്ചിട്ടില്ല, അദ്ദർസൻ പാഠത്തെ. നിങ്ങൾ 2 പേരും പാഠം വായിച്ചിട്ടില്ല, മാ ഖറഅ്തുമാ ദർസൻ, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ മാലി അതിൻ്റെ മഅറൂഫും മജ്ഹൂലും പറഞ്ഞു. മഅറൂഫിന് മുസ്ബത്തുണ്ട്, മംഫി ഉണ്ട്. അതുപോലെ തന്നെ മജ്ഹൂലിനും മുസ്ബത്തും മംഫിയും ഉണ്ട്. അത് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് മുസ്ബത്തായ ഫീലിനെ മംഫിയാക്കുക എന്ന് ചോദ്യമുണ്ടായിട്ടുണ്ട് പരീക്ഷകളിൽ. അപ്പോൾ തുടക്കത്തിൽ എന്ത് കൊടുക്കുക? അദാത്തു ഹറഫി നഫി, നഫിയുടെ അടയാളം ചേർക്കുക. അതേതാണ്? മാ എന്ന ഹറഫാണ്. തുടക്കത്തിൽ മാ കൊടുത്താൽ അത് മംഫിയായി, തുടക്കത്തിലില്ലെങ്കിൽ അത് മുസ്ബത്താണ്. പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് ഫീലുകൾ തരും, മംഫിയായതും മുസ്ബത്തായതൊക്കെ. അപ്പോൾ അത് വേർതിരിക്കാനായിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് ഫീല് തരും, ഇത് മുസ്ബത്താക്കാൻ പറയും. അങ്ങനെയും വരാറുണ്ട്. പിന്നെ ഈ പാഠഭാഗത്ത് നിന്ന് നമ്മൾ ഈ ലാസ്റ്റ് എഴുതിയതുപോലെ പൂരിപ്പിച്ചതുപോലെ വിട്ട ഭാഗത്ത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനും വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ചിലപ്പോൾ 2 മാ എന്ന ഉദാഹരണം കൊടുക്കും, മാ ഹലറത്ത്, മാ ദഹബത്ത്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതണം. മാ കണ്ട ഉടനെ എഴുതാൻ പാടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.